ലേൺ വിത്ത് മീ നീത എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് എടുക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ബയോളജിയുടെ ചാപ്റ്റർ 2ൻ്റെ പാർട്ട് 4 ആണ് എടുക്കാൻ പോകുന്നത്. ഏതാണ്? ഫുഡ് ഇൻ ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? സ്റ്റൊമക്കിലുള്ള ദഹന പ്രക്രിയയെക്കുറിച്ചാണ് അല്ലേ, ഡൈജഷനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചത്. പിന്നെ ഈ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? ഫുഡ് ഇൻ ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ, അതായത് ആഹാരം എവിടെ? ചെറുകുടലിൽ, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ. ഹ്യൂമൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഈസ് അബൌട്ട് 5 to 6 മീറ്റേഴ്സ് ലോങ്. മനുഷ്യൻ്റെ സ്മോൾ ഇൻറ്റസ്റ്റൈന് എത്ര നീളമുണ്ട്? 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ട്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദി അബ്ഡോമൻ ഇൻ ദ ഫോം ഓഫ് മൾട്ടിപ്പിൾസ് ഫോൾഡ്സ് ആൻഡ് കോയിൽ. അതായത് ഇതിന് അനേകം മടക്കുകളായിട്ട് ചുറ്റി വളഞ്ഞാണ് എന്ത് കാണപ്പെടുന്നത്? ചെറുകുടൽ അഥവാ സ്മോൾ ഇൻറ്റസ്റ്റൈൻ കാണപ്പെടുന്നത്. ഹെൻസ് ഫുഡ് മൂവ്സ് വെരി സ്ലോലി ത്രൂ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അതുകൊണ്ട് സ്മോൾ ഇൻറ്റസ്റ്റൈനിലൂടെ, ചെറുകുടലിലൂടെ ആഹാരം വളരെ സാവധാനത്തിൽ മാത്രമേ നീങ്ങുകയുള്ളൂ. അപ്പോൾ ഈ പാരഗ്രാഫിൽ എന്താണ് നമ്മൾ പഠിച്ചത്? മനുഷ്യൻ്റെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ നീളം എത്രയാണ്? 5 മീറ്റർ ടു 6 മീറ്റർ വരെയാണ്. പിന്നെ എന്താണ് പഠിച്ചത്? ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദി അബ്ഡോമൻ ഇൻ ദി ഫോം ഓഫ് മൾട്ടിപ്പിൾ ഫോൾഡ്സ് ആൻഡ് കോയിൽസ്. ഇതിൻ്റെ അബ്ഡോമൻ അതായത് ഉദരാശയത്തിൽ അനേകം മടക്കുകളായിട്ട്, ഫോൾഡ്സ് ആയിട്ട്, പിന്നെ എന്താണ്, കോയിൽസ് ആയിട്ട് വളഞ്ഞൊക്കെയാണ് ആര് കാണപ്പെടുന്നത്? ചെറുകുടൽ അഥവാ സ്മോൾ ഇൻറ്റസ്റ്റൈൻ കാണപ്പെടുന്നത്. പിന്നെ തന്മൂലം എന്താണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ കൂടി ആഹാരം എങ്ങനെയാണ്? വളരെ സാവധാനം മാത്രമേ നീങ്ങുകയുള്ളൂ. Hence food moves very slowly through the small intestine. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കിയേ. The completion of digestion and the beginning of absorption of food take place in the small intestine. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാക്കുന്നതും ആഗീരണം ആരംഭിക്കുന്നതും ചെറുകുടലിൽ വെച്ചാണ്. ആഹാരത്തിലെ ഫുഡിലെ ഡൈജഷൻ പൂർത്തിയാക്കുന്നതും പിന്നെന്താണ്, അത് അബ്സോർബ് ചെയ്യുന്നതും എവിടെ വെച്ചാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചാണ്. ഫ്രം ദി സ്റ്റൊമക് ദ ഫുഡ് ഇൻ പേസ്റ്റ് ഫോം എൻറ്റേഴ്സ് ദി ഡിയോഡിനം വിച്ച് ഈസ് ഇനീഷ്യൽ പാർട്ട് ഓഫ് ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അതായത് കുഴമ്പ് രൂപത്തിലായ ആഹാരം, പേസ്റ്റ് രൂപത്തിലായ ആഹാരം ആമാശയത്തിൽ നിന്നും ചെറുകുടലിൻ്റെ ആദ്യ ഭാഗമായ പക്വാശയത്തിലേക്ക് കടക്കുന്നു. പേസ്റ്റ് രൂപത്തിലുള്ള ആഹാരം, ഫുഡ് ആമാശയത്തിൽ നിന്നും, സ്റ്റൊമക്കിൽ നിന്നും സ്മോൾ ഇൻറ്റസ്റ്റിൻ്റെ ആദ്യ ഭാഗമായ, ഫസ്റ്റ് പാർട്ടായ പക്വാശയം, ഡിയോഡിനത്തിലേക്ക് കടക്കുന്നു. The digestive juice secreted by the liver and the pancreas reaches duodenum through a common duct. അവിടേക്ക് ലിവർ, ആഗ്നേയഗ്രന്ഥിക്ക് എന്താണ് മലയാളത്തിൽ പറയുന്നത്, അല്ല ഇംഗ്ലീഷിൽ പറയുന്നത് പാങ്ക്രിയാസ്. അപ്പം അവിടേക്ക് ലിവർ, പാങ്ക്രിയാസ് എന്നിവ സെക്രീറ്റ് ചെയ്യുന്ന, ഉൽപ്പാദിപ്പിക്കുന്ന പാങ്ക്രിയാറ്റിക് ജ്യൂസ്, അതായത് ദഹനരസയിലെ ഡൈജസ്റ്റീവ് ജ്യൂസ്, ദഹനരസം ഒരു പൊതുകുഴലിലൂടെ എത്തിച്ചേരുന്നു. എങ്ങോട്ടാണ് എത്തിച്ചേരുന്നത്? എവിടേക്ക്? പക്വാശയത്തിലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ? ഡിയോഡിനത്തിലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ? അവിടേക്ക് ലിവർ, പിന്നെന്താണ്, പാങ്ക്രിയാസ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ഡൈജസ്റ്റീവ് ജ്യൂസ്, ദഹനരസം ഒരു പൊതുകുടലിലൂടെ എത്തിച്ചേരുന്നു. The enzyme in this juice act upon the partially digested food and enhance the process of digestion. അവയിലെ എൻസൈമുകൾ ഭാഗികമായിട്ട് ഡൈജസ്റ്റ് ചെയ്ത്, ദഹിച്ച് ആഹാര ഘടകങ്ങളിൽ പ്രവർത്തിച്ച് ദഹന പ്രക്രിയയ്ക്ക് ആക്കം കൂട്ടുന്നു. അവിടെയുള്ള എൻസൈം ഉണ്ടല്ലോ, പാർഷ്യലായിട്ട് പ്രവർത്തിച്ച്, ഭാഗികമായിട്ട് ദഹിച്ച്, അവിടെയുള്ള എൻസൈം ഭാഗികമായിട്ട് ഡൈജസ്റ്റ് ചെയ്തിട്ട് ആഹാര ഘടകങ്ങളിൽ, ഫുഡ് പാർട്ടിക്കിളിൽ പ്രവർത്തിച്ച് ഡൈജഷൻ എന്ത് ചെയ്യുന്നു? ആക്കം കൂട്ടുന്നു.
Analyze the illustration 2.5 and frame the interference on the role of liver in the process of digestion. ഈ ചിത്രം നോക്കിയിട്ട് ദഹന പ്രക്രിയയിൽ ഡൈജഷന് കരളിൻ്റെ പങ്കിനെ കുറിച്ച് വിവരണം തയ്യാറാക്കാനായിട്ടാണ് പറയുന്നത്. അപ്പം നമുക്ക് ഈ പാരഗ്രാഫിൽ എന്താണ് അപ്പം പഠിച്ചത്? ഈ പാരഗ്രാഫിൽ എന്താണ്? ആഹാരത്തിൻ്റെ ഡൈജഷൻ പൂർത്തിയാക്കാനായിട്ടും ആഗീരണം ആരംഭിക്കുന്നതും എവിടെ വെച്ച് തന്നെയാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് തന്നെയാണ്. പേസ്റ്റ് രൂപത്തിലായിട്ടുള്ള ആഹാരം സ്റ്റൊമക്കിൽ നിന്നും സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ആദ്യ ഭാഗമായ പക്വാശയം അഥവാ ഡിയോഡനത്തിലേക്ക് കടക്കുന്നു. അവിടെ കരള്, അതായത് ലിവർ, പാങ്ക്രിയാസ്, കരൾ അഥവാ ആഗ്നേയഗ്രന്ഥി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ, അതായത് ഡൈജസ്റ്റീവ് ജ്യൂസ് ഒരു പൊതുകുഴലിലൂടെ എന്ത് ചെയ്യുന്നു? എത്തിച്ചേരുന്നു. അവയിലുള്ള എൻസൈമുകളുണ്ടല്ലോ, അവ ഭാഗികമായിട്ട് ഡൈജസ്റ്റായിട്ട് ആഹാര ഘടകങ്ങളിൽ പ്രവർത്തിച്ച് ദഹന പ്രക്രിയയ്ക്ക് ഡൈജഷന് ആക്കം കൂട്ടുന്നു. ഇനി ദഹന പ്രക്രിയ ഡൈജഷന് കരളിൻ്റെ പങ്ക് പറയാനാണ് എഴുതിയിരിക്കുന്നത്. നോക്കിയേ, ലിവർ ആൻഡ് പാങ്ക്രിയാസ്, കരളും ആഗ്നേയ ഗ്രന്ഥികളും. നോക്കിയേ കരളിനെ നോക്കിയേ, എവിടെ കരള്? ഈ റെഡ് കളറിൽ കാണുന്നതാണ് കരള്. അതിൻ്റെ താഴെ നോക്കിയേ ഒരു പച്ച കളറിൽ കണ്ടോ, ചെറിയ ഇല പോലെ കാണുന്ന പച്ച കളറിലെ അതാണ് ഗോൾ ബ്ലാഡർ, അതായത് പിത്താശയം. മലയാളത്തിൽ എന്താ പറയുന്നത്? പിത്താശയം. പിന്നെന്നാണ് അതിൻ്റെ താഴെയുള്ള ആ പൊതുകുഴലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, പൊതുകുഴലിലൂടെ എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞില്ലേ. പിന്നെ ലിവറും പാങ്ക്രിയാസും ഉൽപ്പാദിപ്പിക്കുന്ന ഡൈജസ്റ്റീവ് ജ്യൂസ് ഒരു പൊതുകുഴലിലൂടെ എത്തിച്ചേരുന്നു എന്ന് നമ്മൾ പറഞ്ഞില്ലേ. ആ പൊതുകുഴലാണ് ഈ കാണുന്ന പച്ച നിറത്തിലുള്ള കണ്ടോ, ഇത് കുഴൽ പോലെ കാണുന്നത് കണ്ടോ, ഇതാണ് കോമൺ ഡക്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ, ഇതാണ് പൊതുകുഴൽ. ഡിയോഡിനം നോക്കിയേ, ഇതാണ് ഡിയോഡിനം. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ ഈ പടം. ഇനി നമുക്ക് ലിവറിനെ കുറിച്ച് പഠിക്കാം. എന്താണ് ലിവർ? എൻസൈം ആർ ആബ്സെൻറ്റ് ഇൻ ദി ബൈൽ സെക്രീറ്റഡ് ബൈ ദി ലിവർ. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൽ അതായത് ബൈലിൽ എൻസൈമുകളില്ല. ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന ബൈലിൽ എന്തില്ല? എൻസൈമുകളില്ല. എൻസൈം ആർ ആബ്സെൻറ്റ് ഇൻ ദി ബൈൽ സെക്രീറ്റഡ് ബൈ ദി ലിവർ. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൽ ബൈലിൽ എന്തില്ല? എൻസൈമുകളില്ല. ഇറ്റ് ഹെൽപ്പ് ഇൻ ഡൈജഷൻ ബൈ ബ്രേക്കിംഗ് ഡൗൺ fat into smaller particle and making the food alkaline. ഇത് കൊഴുപ്പിനെ ചെറുകണികളാക്കുകയും കൊഴുപ്പിനെ എന്തായിട്ട് മാറ്റുന്നു? സ്മോളർ പാർട്ടിക്കിൾസ്, ചെറുകണികളാക്കുകയും ഭക്ഷണത്തിനെ ക്ഷാരഗുണമുള്ള ആൽക്കലൈനായിട്ടുള്ള ആക്കുകയും ചെയ്യുന്നതിലൂടെ എന്തിനെ സഹായിക്കുന്നു? അവ ദഹനത്തെ സഹായിക്കുന്നു. അപ്പം കരളിൽ എന്താ ചെയ്യുന്നത്? കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൽ, കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ബൈലിൽ എന്തില്ല? എൻസൈമുകളില്ല. പിന്നെ എന്താണ്? ഇത് ഫാറ്റിനെ, കൊഴുപ്പിനെ സ്മോൾ പാർട്ടിക്കിൾസ് ആക്കുകയും ചെറുകണികളാക്കുകയും ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുകയും അതായത് ആൽക്കലൈൻ ആക്കുകയും ചെയ്യുന്നതിലൂടെ എന്തിനെ അവർ സഹായിക്കുന്നു? ഡൈജഷനെ സഹായിക്കുന്നു. The bile secreted by the liver is stored in the gallbladder. കരൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പിത്തരസം പിത്താശയത്തിൽ സംഭരിക്കുന്നു. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന കരൾ എന്താണ് ഉൽപ്പാദിപ്പിക്കുന്ന? ബൈല്. ഈ ബൈൽ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യുന്നു. The bile secreted by the liver is stored in the gallbladder. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം അഥവാ ബൈല് എവിടെ സ്റ്റോർ ചെയ്യുന്നു? പിത്താശയത്തിൽ സംഭരിക്കുന്നു അഥവാ ഗോൾ ബ്ലാഡറിൽ സംഭരിക്കുന്നു. അടുത്തത് എന്താണ്? പാങ്ക്രിയാസ് അഥവാ ആഗ്നേയ ഗ്രന്ഥി. സെക്രീറ്റ് പാങ്ക്രിയാറ്റിക് ജ്യൂസ്. പാങ്ക്രിയാസ് എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത്? പാങ്ക്രിയാറ്റിക് ജ്യൂസ്. ആഗ്നേയ ഗ്രന്ഥി എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ആഗ്നേയ രസം. Bile and the pancreatic juice reach the duodenum through a common duct. അതായത് പിത്തരസവും, അതായത് ബൈലിനെയാണ് നമ്മൾ പിത്തരസം എന്ന് പറയുന്നത് അല്ലെ. ബൈലും ആഗ്നേയരസം എന്ന് പറഞ്ഞാൽ എന്താ? പാങ്ക്രിയാറ്റിക് ജ്യൂസ്. ബൈലും പാങ്ക്രിയാറ്റിക് ജ്യൂസും ഒരു പൊതുകുഴലിലൂടെ എങ്ങോട്ട് തുറക്കുന്നു?
പക്വാശയത്തിലേക്ക്, അതായത് ഡിയോഡിനത്തിലേക്ക് തുറക്കുന്നു. നോക്കിയേ, ഇത് കണ്ടാൽ അറിയത്തില്ലേ? ഇതേ നമുക്ക് കാണാൻ പറ്റുമല്ലോ. എന്തൊക്കെയാണ്? ബൈലും ആഗ്നേയരസം ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസവും പിന്നെന്താണ്? ആഗ്നേയരസവും ഒരു പൊതുകുഴലിലൂടെ പക്വാശയത്തിലേക്ക് തുറക്കുന്നു. ദേ ആ കുഴൽ കണ്ടോ? ആ കുഴൽ എങ്ങോട്ടാണ് തുറക്കുന്നത്? ഡിയോഡിനത്തിലേക്കാണ് തുറക്കുന്നത്. അപ്പം ആഗ്നേയഗ്രന്ഥി എന്താ ഉൽപ്പാദിപ്പിക്കുന്നത്? ആഗ്നേയരസം. അതായത് പാൻക്രിയാസ് എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത്? പാൻക്രിയാറ്റിക് ജ്യൂസ്. പിന്നെന്താണ്? ബൈൽ ആൻഡ് പാൻക്രിയാറ്റിക് ജ്യൂസ് റീച്ചസ് ഡിയോഡിനം ത്രൂ എ കോമൺ ഡക്ട്. ഒരു പൊതുകുഴലിലൂടെ പാൻക്രിയാറ്റിക് ജ്യൂസ് ആഗ്നേയരസവും പിന്നെ പിത്തരസവും എവിടെ എത്തുന്നു? ഡിയോഡിനത്തിലേക്ക് തുറക്കുന്നു എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് ലിവർ സെക്രീറ്റ് ചെയ്യുന്ന എന്തുവാ? ബൈലിനെ മലയാളത്തിൽ എന്താ പറയുന്നത്? പിത്തരസം. Have you understood the role of bile in digestion? Even two enzymes are absent in it. പിത്തരസത്തിൽ, അതായത് ബൈലിൽ എൻസൈമുകൾ ഇല്ലെങ്കിലും ഡൈജഷനിൽ അതിൻ്റെ പങ്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? പിത്തരസത്തിൽ എന്തില്ല? എൻസൈമുകൾ ഇല്ല എന്ന് പഠിച്ചു അല്ലേ? ഇത് പിത്തരസം എന്ന് വെച്ചാൽ എന്താ? ബൈലിൽ എന്തില്ല എന്ന് നമ്മൾ പഠിച്ചു? എൻസൈമുകൾ ഇല്ലയെന്ന് പറഞ്ഞു. എന്നിട്ടും അത് എന്തിനു സഹായിക്കുന്നു? ഡൈജഷന് സഹായിക്കുന്നു അല്ലേ? അതിൻ്റെ പങ്ക് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ എന്നാണ് ചോദിക്കുന്നത്. ഒബ്സർവ് ദി ഫ്ലോ ചാർട്ട് ഗിവൺ ബിലോ ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓൺ ഹൗ എൻസൈം ഇൻ പാൻക്രിയാറ്റിക് ജ്യൂസ് ഹെൽപ്പ് ഇൻ ദി ഡൈജഷൻ ഓഫ് ന്യൂട്രിയൻസ്. അതായത് ഇതിനകത്ത് ആഗ്നേയ രസത്തിൽ, അതായത് പാൻക്രിയാറ്റിക് ജ്യൂസിലെ വിവിധ എൻസൈമുകളുടെ പോഷകങ്ങൾ ദഹനത്തിന് വിധേയമാവുന്നു. അത് ഈ ഫ്ലോ ചാർട്ട് നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അതായത് പാൻക്രിയാറ്റിക് ജ്യൂസിലെ പലതരത്തിലുള്ള എൻസൈമുകളിലുള്ള പോഷകങ്ങൾ എന്തിന് വിധേയമാവുന്നു? ഡൈജഷന് വിധേയമാവുന്നു. അത് ഈ ഫ്ലോ ചാർട്ട് നോക്കി ഇത് ചെയ്യാനാണ്, മനസ്സിലാക്കാനാണ് പറയുന്നത്. ഒരു കുറിപ്പ് തയ്യാറാക്കാനായിട്ടാണ് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പാൻക്രിയാറ്റിക് ജ്യൂസിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? പാൻക്രിയാറ്റിക് ജ്യൂസിൻ്റെ എന്തൊക്കെയാണ് വരിക? പാൻക്രിയാറ്റിക് അമിലേസ്, ട്രിപ്സിൻ, പാൻക്രിയാറ്റിക് ലിപ്പേസ്. പാൻക്രിയാറ്റിക് ജ്യൂസിൻ്റെ ഘടകങ്ങളായിട്ട് വരുന്ന ഏതൊക്കെയാണ്? പാൻക്രിയാറ്റിക് അമിലേസ്, ട്രിപ്സിൻ, പിന്നെന്താണ്? പാൻക്രിയാറ്റിക് ലിപ്പേസ് ആണ് വരുന്നത്. അതിൽ ഈ അന്നജം അഥവാ സ്റ്റാർച്ച് ഈ പാൻക്രിയാറ്റിക് ലിപ്പേസ് ആയിട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്ക് എന്തായിട്ടാണ് അത് കൺവേർട്ട് ചെയ്യുന്നത്? സാന്നിധ്യത്തിൽ എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? മാൾട്ടോസ് ആയിട്ട് മാറുന്നു. എന്തായിട്ട് മാറുന്നു? സ്റ്റാർച്ച് പാൻക്രിയാറ്റിക് അമിലേസിൻ്റെ സാന്നിധ്യത്തിൽ, പാൻക്രിയാറ്റിക് അമിലേസ് എൻസൈമിൻ്റെ സാന്നിധ്യത്തിൽ ഡൈജഷൻ നടക്കുമ്പോൾ അത് ഏത് ന്യൂട്രിയൻ്റ് ആയിട്ടാണ് മാറപ്പെടുന്നത്? മാൾട്ടോസ് ആയിട്ട് മാറുന്നു. അതുപോലെ തന്നെ പ്രോട്ടീൻ ട്രിപ്സിൻ്റെ സാന്നിധ്യത്തിൽ, ട്രിപ്സിൻ എൻസൈമിൻ്റെ സാന്നിധ്യത്തിൽ എന്തായിട്ടാണ് അത് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്? പെപ്റ്റൈഡ് ആയിട്ട് മാറുന്നു. പിന്നെ ഫാറ്റ് പാൻക്രിയാറ്റിക് ലിപ്പേസിൻ്റെ എൻസൈമിൻ്റെ സാന്നിധ്യത്തിൽ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. അപ്പോൾ സ്റ്റാർച്ച് എന്തായിട്ട് മാറുന്നു? മാൾട്ടോസ് ആയിട്ട് മാറുന്നു. പ്രോട്ടീൻ എന്തായിട്ട് മാറുന്നു? പെപ്റ്റൈഡ് ആയിട്ട് മാറുന്നു. ഫാറ്റ് എന്തായിട്ട് മാറുന്നു? ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ആയിട്ട് മാറുന്നു. പാൻക്രിയാറ്റിക് ജ്യൂസിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? പാൻക്രിയാറ്റിക് അമിലേസ്, ട്രിപ്സിന്, പാൻക്രിയാറ്റിക് ലിപ്പേസ്. സ്റ്റാർച്ച് പാൻക്രിയാറ്റിക് അമിലേസ് ആയിട്ട് എൻസൈം ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്തായിട്ടാണ് മാറുന്നത്? മാൾട്ടോസ് ആയിട്ടും. പ്രോട്ടീൻ ട്രിപ്സിൻ എൻസൈമിൻ്റെ സാന്നിധ്യത്തിൽ എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു? പെപ്റ്റൈഡ് ആയിട്ടും. ഫാറ്റ് പാൻക്രിയാറ്റിക് ലിപ്പേസിൻ്റെ എൻസൈമിൻ്റെ സാന്നിധ്യത്തിൽ എന്തായിട്ടൊക്കെ കൺവേർട്ട് ചെയ്യുന്നു? ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. When food moves forward from duodenum, it gets mixed with the intestinal juice secreted by the glands in the small intestine. പക്വാശയത്തിൽ നിന്നും, അതായത് ഡിയോഡനത്തിൽ നിന്നും ആഹാരം മുന്നോട്ട് പോകുമ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ഗ്രന്ഥികൾ സ്രവിക്കുന്ന അന്തരരസവുമായിട്ട് കലരുന്നു. അതായത് ഡിയോഡനത്തിൽ നിന്നും ആഹാരം മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ഗ്രന്ഥികൾ, അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ഗ്ലാൻസ് സ്രവിക്കുന്ന എന്താണത് സ്രവിക്കുന്നത്? ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസുമായിട്ട് കലരുന്നു.
ഡിയോഡനത്തിൽ നിന്നും ആഹാരം മുന്നോട്ട് പോകുമ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ഗ്രന്ഥികൾ സ്രവിക്കുന്ന ഇൻറ്റസ്റ്റൈനൽ ജ്യൂസായിട്ട് കലരുന്നു. Different enzymes are present in the intestinal juice, some of which converted maltose, lactose, the carbohydrate in milk, and sugar, sucrose, into simpler form like glucose, fructose, and galactose. അവയിൽ ചിലത് മാൾട്ടോസിനെയും പിന്നെ പാലിൻ്റെ ധാന്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ലാക്ടോസിനെയും പിന്നെ പഞ്ചസാരയുടെ എന്താ പറയുക സുക്രോസ് ദഹിപ്പിച്ച് എന്തൊക്കെയായിട്ട് മാറ്റുന്നു? ഗ്ലൂക്കോസ്, എൻസൈമുകൾ, പെപ്റ്റൈഡുകൾ എന്നിനെ അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നാണ് പറഞ്ഞത്? അവയിൽ ചിലത് മാൾട്ടോസിനെയും പാലിലെ കാർബോഹൈഡ്രേറ്റ് ആയ മിൽക്കിലെ ധാന്യമായ ലാക്ടോസിനെയും പിന്നെ പഞ്ചസാരയെയും ഡൈജസ്റ്റ് ചെയ്തിട്ട് ദഹിപ്പിച്ചിട്ട് ഗ്ലൂക്കോസ് എൻസൈമുകൾ പെപ്റ്റൈഡുകളെ എന്താക്കി മാറ്റുന്നു? അമിനോ ആസിഡാക്കി മാറ്റുന്നു. Fructose and another set of enzymes convert peptides to amino acids. You know that the digestion of fat is almost completed in duodenum itself. If so, which are end products formed after digestion? മറ്റൊരു വിഭാഗം ഡിയോഡിനത്തിൽ വെച്ച് തന്നെ എന്ത് ചെയ്യുന്നു? ഫാറ്റിനെ, കൊഴുപ്പിൻ്റെ ദഹനം, ഡൈജഷൻ ഏകദേശം പൂർത്തിയാക്കുന്നു. മറ്റൊരു വിഭാഗം ഡിയോഡിനത്തിൽ വെച്ച് തന്നെ ഫാറ്റിനെ ഡൈജഷൻ പൂർത്തിയാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഡൈജഷൻ രൂപപ്പെടുന്ന എൻ പ്രോഡക്റ്റ്, അന്തിമ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? ഡൈജഷനിലൂടെ രൂപപ്പെടുന്ന എൻ പ്രോഡക്റ്റ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ന്യൂട്രിയൻസ് സബ്ജക്റ്റ് ടു ഡൈജഷൻ, ദഹനത്തിന് വിധേയമായ പോഷകങ്ങൾ. പിന്നെന്താണ്? എൻ പ്രോഡക്ട്സ്, അന്തിമ ഉൽപ്പന്നം. എന്താണ് നോക്കിയേ? കാർബോഹൈഡ്രേറ്റ് മലയാളത്തിൽ എന്താ പറയണേ? ധാന്യകത്തിൻ്റെ അന്തിമോൽപ്പന്നം എന്താണ്? എൻ പ്രോഡക്റ്റ് എന്താണ്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് അല്ലേ? കാർബോഹൈഡ്രേറ്റിൻ്റെ എന്താണ് വരുന്നത്? നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസുമായിട്ടാണ് അത് മാറുന്നത് അല്ലേ? ധാന്യത്തിൻ്റെ ഡൈജഷനിൽ എന്തൊക്കെയായിട്ടാണ് മാറുന്നത്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്. പ്രോട്ടീൻ്റെ എന്താണ് എൻ പ്രോഡക്റ്റ് വരുന്നത്? പ്രോട്ടീൻ്റെ അമിനോ ആസിഡാണ് എൻ പ്രോഡക്റ്റ് വരുന്നത്. ഫാറ്റിൻ്റെത് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോളാണ് വരുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാർബോഹൈഡ്രേറ്റിൻ്റെ എൻ പ്രോഡക്റ്റ് എന്താ വരിക? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്. പ്രോട്ടീൻ്റെത് അമിനോ ആസിഡ്. കൊഴുപ്പിൻ്റെ എന്താണ്? ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. ഇനി അടുത്ത്, now you have understood that the digestion is the process of conversion of carbohydrate, protein and fat which have complex structure into easily absorbable simple forms. Which are the nutrients that do not undergo digestion? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്നാണ് ചോദിക്കുന്നത്. എന്ത്? സങ്കീർണതയുള്ള ധാന്യവും പ്രോട്ടീനും കൊഴുപ്പും ആഗിരണം ചെയ്യപ്പെടാൻ കഴിയുന്ന വിധം ലഘുഘടകങ്ങളായി മാറ്റുന്ന പ്രക്രിയയാണ് എന്ത്? ദഹനം എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്ത് മനസ്സിലായല്ലോ എന്നാണ് ചോദിച്ചത്? സങ്കീർണമായ, അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ധാന്യവും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റ് കൊഴുപ്പും ആഗിരണം ചെയ്യപ്പെടാൻ കഴിയുന്ന വിധം ലഘുഘടകങ്ങളാക്കി മാറ്റുന്ന, അതായത് സ്മോൾ പാർട്ടിക്കിൾസ് ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനമെന്ന് മനസ്സിലായല്ലോ. ഒന്നുകൂടെ പറഞ്ഞാൽ എന്താ? ഡൈജഷൻ ഈസ് ദി പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് which have complex structure into easily absorbable simple forms. എന്താണ്? ധാന്യവും പ്രോട്ടീനും കൊഴുപ്പും, അതായത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ് ആഗിരണം ചെയ്യപ്പെടാനും അബ്സോർബ് ചെയ്യപ്പെടാൻ കഴിയുന്ന വിധത്തിൽ സ്മോൾ ഫോംസ് ലഘുഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയെ പറയുന്ന പേരെന്നാണ്? ഡൈജഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വിച്ച് ആർ ദി ന്യൂട്രിയൻസ് ദാറ്റ് ഡു നോട്ട് അണ്ടർഗോ ഡൈജഷൻ? ദഹനത്തിന്, അതായത് ഡൈജഷന് വിധേയമാക്കാത്ത
പെടാത്ത പോഷകങ്ങൾ ന്യൂട്രിയൻസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ് ഡൈജഷന് വിധേയമാകാത്ത ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? ഒന്ന് അവർ തന്നിട്ടുണ്ട്, വാട്ടർ ജലം. രണ്ടാമത്തെ എന്താണ്? മിനറൽസ്. മൂന്നാമത്തെ വൈറ്റമിൻസ്. എന്താണ്? ജലം, വാട്ടർ, മിനറൽസ്, വൈറ്റമിൻസ്. ജലം, ധാതു ലവണങ്ങൾ, പിന്നെ വൈറ്റമിൻസ്. എന്താണ്? ജലം, ധാതു ലവണങ്ങൾ, വൈറ്റമിൻസ്. ജലം, വാട്ടർ, മിനറൽസ് ആൻഡ് വൈറ്റമിൻസ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അബ്സോർപ്ഷൻസ് ബിഗിൻസ് എടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയും കൊണ്ട് നിർത്തുകയാണ്. നമുക്ക് ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് അയക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നവരെ ബൈ.